സോണ്ട് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ ആ വില്ലത്തി പെണ്ണിന്റെ അടുത്ത് നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് അവിടുന്ന് അങ്ങനെ ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പൊ അവന്റെ തൊട്ട് പിന്നാലെ ആ വില്ലത്തി അവളാണെങ്കിൽ സാഞ്ചിയുടെ പേര് വിളിച്ച് അവന്റെ തൊട്ടടുത്ത് എത്തുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ ആ വെബിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവൻ അവളെ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കുന്നില്ല. അവൾ ഞൊട്ടിയിടയിൽ ഉപയോഗിച്ച് അവനെങ്ങനെ ചുരുട്ടിയെടുക്കും. അപ്പോഴായിരിക്കും സാഞ്ചി അവളുടെ പൂർണ്ണ രൂപം കാണുക. ആക്ച്വലി അവള് സ്പൈഡർ ഫ്രൂട്ട് അത് കഴിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവളുടെ അപ്പർ ബോഡി മാത്രമാണ് ലേഡി ഗെറ്റപ്പ്, താഴേക്ക് സ്പൈഡർ ലുക്കാണ്. മാത്രമല്ല അവളുടെ അസിസ്റ്റൻസ് സ്നേക്ക് ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. അവര് പാമ്പുകളെ പോലെ സാഞ്ചിയുടെ അടുത്തേക്ക് പാഞ്ഞടുത്ത് അവൻ അങ്ങനെ റൗണ്ട് ചെയ്യുകയാണ്. സാഞ്ചി ആണെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം, ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യില്ല. അതിന് അവളാണെങ്കിൽ പിടിച്ചു വലിച്ച് അവന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരു കിക്ക്. മറ്റൊരു ഭാഗത്ത് ലൂഫിയും ജിംബയും അവനാണെങ്കിൽ പ്രതിബന്ധങ്ങളെല്ലാം തകർത്ത് മുൻപോട്ടേക്ക് കുതിക്കും. അതേസമയം ജിംബയ്ക്ക് നേരെ വന്ന ആ ഒരു ലയൺ അവനാണെങ്കിൽ ജിംബയോട് ചോദിക്കും, നിന്റെ ഫ്രണ്ട് ലൂഫി അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയോ? രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൈഡോയ്ക്ക് വലിയൊരു ജോലി തന്നെ ആയിരിക്കും. പക്ഷെ ജിംബയാണെങ്കിൽ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ആ വില്ലന്റെ അസിസ്റ്റൻസിനെ അങ്ങനെ തല്ലി കൊല്ലും. ജിംബയാണെങ്കിൽ ലയനോട് പറയും, ഞാൻ ലൂഫിയുടെ ടീമിലെ പുതിയ മെമ്പറാണ്, സത്യം പറയും, നീ ആരാ? നിന്റെ ഫേസിലെ ആ മാസ്ക് അഴിച്ചു കാണിക്ക്, എങ്കിലും മാത്രമേ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാവൂ. അത് കേട്ട ലയൺ അവനാണെങ്കിൽ പരിഹസിച്ച് ജിംബയെ നോക്കി ചിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ കൈഡോയുടെ മകള് അവളാണെങ്കിൽ ഉണ്ടപ്പെണ്ണിന്റെ ദേഹത്തുണ്ടായിരുന്ന പരിക്കുകളിലെല്ലാം മരുന്നും ബാൻഡേഡൊക്കെ വെച്ച് അവൾക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം അവളാണെങ്കിൽ എയ്സുമായിട്ടുള്ള ഫൈറ്റും ഫൺ മൊമെന്റും ഒക്കെ ആലോചിച്ച് ചിരിക്കാനായിട്ട് തുടങ്ങും. മൊമെന്റോസ്കി ആണെങ്കിൽ കാര്യം തിരക്കും. അതിനവള് അത് പറയാനായിട്ട് തുടങ്ങും. എന്നെങ്ങനെ മാറ്റി മറിച്ചതെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ എയ്സും അവന്റെ ടീമും അവരെല്ലാവരും ഹിരോഷിമയിലേക്ക് കൈഡോയെ തകർക്കാനായിട്ട് കടന്നു വരികയാണ്. അവരാണെങ്കിൽ എൻട്രൻസിൽ എത്തുമ്പോൾ തന്നെ ലോക്കൽ ആയിട്ടുള്ള ചില സോൾജിയേഴ്സ് അവരെ തടയാനായിട്ട് ശ്രമിക്കും. ടീമും സിമ്പിൾ ആയിട്ട് അവറ്റകളെ എല്ലാം തല്ലി കൊന്നുകളയും. അപ്പോഴായിരിക്കും കൈഡോയുടെ മകള് അവള് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് എയ്സിനെ അറ്റാക്ക് ചെയ്യുക. ആണെങ്കിൽ അവിടേക്ക് വന്നത് കൈഡോയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനും അതുപോലെ തന്നെ അവൻ തട്ടിക്കൊണ്ടുവന്ന കുറച്ച് കുട്ടികളെ അവർ രക്ഷപ്പെടുത്താനുമാണ്. അവന്റെ ഫയർ പവർ അതുപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ജേഴ്സിനെ എല്ലാം കത്തിയരിച്ച് അവന്റെ അസിസ്റ്റൻസിനെ ആ കുട്ടികളെ കണ്ടെത്താനായിട്ട് അകത്തേക്ക് പറഞ്ഞയക്കും. അതിനുശേഷം എയ്സ് ആണെങ്കിൽ കൈഡോയുടെ മകളുമായി പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റിന്റെ ഇടയിൽ അവളോട് പറയും, എന്റെ പേര് എയ്സ് എന്നാണ്, ഞാൻ ഇവിടേക്ക് വന്നത് കൈഡോയെ കൊന്ന് അവൻ പിടിച്ചെടുത്ത ആ കുട്ടികളെ രക്ഷിക്കാനാണ്. ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ എയ്സുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അല്പസമയം കഴിയുമ്പോൾ അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോ കാണാതെ പോയ കുഞ്ഞുങ്ങളുമായിട്ട് അവിടേക്ക് കടന്നു വരും. അതുകൊണ്ട് കൈഡോയുടെ മകള് പറയും, ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വന്ന കൈഡോയുടെ മകളാണ്, അവനിപ്പോ ഈ ഒരു ഐലാൻഡിലില്ല, അവനും അവന്റെ പ്രധാനപ്പെട്ട അസിസ്റ്റൻസും കപ്പലെടുത്ത് എവിടേക്കോ പോയിരിക്കുകയാണ്. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കൂളായിട്ട് പറയുന്നത് കേട്ട് എയ്സിനും അവന്റെ അസിസ്റ്റൻസിനും ഭയങ്കര ഷോക്ക്. മാത്രമല്ല അവള് കൈഡോയുടെ മകളാണ്. അവളാണെങ്കിൽ തീർത്തു പറയും, എനിക്ക് നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ല, എന്റെ പപ്പ ആളൊരു ദുഷ്ടനാണ്, അവനാണ് ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു വന്നത്, ഇവരെ നിങ്ങൾ സേഫായി അവരവരുടെ വീടുകളിൽ എത്തിക്കണമെന്ന് പറയും. എയ്സിനാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഷോക്ക്. അവനാണെങ്കിൽ അവളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അവളുടെ കയ്യിൽ അവനൊരു ഹാൻഡ് കഫ് കാണും. കുഞ്ഞുങ്ങളാണെങ്കിൽ എയ്സിന്റെ കയ്യില് ഫയർ കത്തുന്നത് കണ്ട് പേടിക്കും. അതിന് എയ്സ് ആണെങ്കിൽ കാഷ്വലായിട്ട് ചിരിച്ച് ആ ഫയർ അണയ്ക്കുകയാണ്. അതിനുശേഷം അവന്റെ അസിസ്റ്റൻസിനോട് കുഞ്ഞുങ്ങളുമായിട്ട് അവിടുന്ന് കടന്നു പോകാനായിട്ട് പറയും. അത് കേട്ട് അവരാണെങ്കിൽ അവിടുന്ന് കടന്നു പോവാണ്. ഇവിടെ എയ്സ് അവൻ ഞൊടിയടയിൽ വീണ്ടും ഫയർ കൊണ്ടുവന്ന് ഇപ്പോ കൈഡോയുടെ മകളുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവൾക്കും ഫൈറ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. കാരണം ഒരുപാട് ദിവസമായി അവള് ബോറടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ രണ്ടുപേരുടെ ഫൈറ്റ് അത് വേറെ ലെവലായി മുൻപോട്ടേക്ക് പോകുന്ന കണ്ട ഇതിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ അത് കണ്ട് പേടിക്കുകയാണ്. ഇവിടെ എയ്സ് ആണെങ്കിൽ അവളോട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഇത്രയും പവറൊക്കെ ഉണ്ടായിട്ട് സെയിൽ ചെയ്യാതെ ഇവിടെ തന്നെ കഴിയണേ? അതിനവള് പറയും, ഇതിനെല്ലാം കാരണക്കാരൻ എന്റെ പപ്പയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരേ ഒരാള്. എയ്സ് ആണെങ്കിൽ വീണ്ടും അവളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവളോട് തീർത്തു പറയും, നിന്റെ വിധി അത് തീരുമാനിക്കേണ്ടത് നീയാണ്. കംഫർട്ട് സോൺ തകർത്ത് പുറത്തു വരാൻ ശ്രമിച്ചാൽ മാത്രമേ നിനക്ക് നിന്റെ ലിമിറ്റേഷൻസ് കടന്ന് പുറത്തു വരാൻ പറ്റൂ. എയ്സ് ആണെങ്കിൽ അവളോട് പറയും, നമുക്കൊരിക്കലും നമ്മുടെ പാരൻസിനെ ചൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. സത്യത്തിൽ ഈ വേൾഡിൽ വെച്ച് ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു അച്ഛനെ കിട്ടിയത് എനിക്കാണ്. അദ്ദേഹം കാരണമാണ് ഒരുപാട് പൈററ്റ്സ് ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നത്. ആ വൺ പീസ് എന്ന ലെറ്ററിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിനെ ഫോളോ ചെയ്ത് ഒരുപാട് പൈററ്റ്സ് പുറത്തേക്ക് വന്നു. ഒരുപാട് പ്രോബ്ലംസ് ഈ ലോകത്തിനുണ്ടായി. അതുകൊണ്ട് തന്നെ എന്റെ പാരന്റ് വളരെ ബാഡാണ്. അതുപോലെ ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് അടിച്ച് ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ഒരുപാട് കാലങ്ങൾ കഴിച്ചുകൂട്ടി. അപ്പോഴാണ് എന്റെ ഗ്രാൻഡ് പാ അദ്ദേഹം പറഞ്ഞത്,
നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല നമ്മുടെ പാരൻസിനെ. നമ്മുടെ ലൈഫ് അതെങ്ങനെ നന്നാക്കി മുൻപോട്ടേക്ക് കൊണ്ടുപോകാം, അതിലെങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താം, കംഫർട്ട് സോൺ അത് തകർത്തെങ്ങനെ പുറത്തേക്ക് വരാം, ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഗ്രാൻഡ് പേ ആണ് പറഞ്ഞു തന്നത്. സോ നീ ഒരു കാരണവശാലും നിന്റെ പപ്പയെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ പാടില്ല. അതിനവൾ ദേഷ്യപ്പെട്ടു പറയും, ഞാൻ ഒരിക്കലും എന്റെ ജീവിതം ഇവിടെ കഴിച്ചു കൂട്ടാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അത് മറ്റാരുമല്ല, എന്റെ പപ്പ സാക്ഷാൽ കൈഡോ തന്നെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ കയ്യിലെ ആ ഹാൻഡ് കഫ് അവന് കാണിച്ചു കൊടുക്കും. വളരെ ചെറുപ്പത്തിൽ എൻ്റെ കയ്യിൽ അണിയിച്ചതാണ് ഈ ഹാൻഡ് കഫ്. ഇത് തുറക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇൻ കേസ് ഞാനിത് തുറക്കാനായിട്ട് ശ്രമിച്ച ഓൺ ദ സ്പോട്ട് ഇത് പൊട്ടിത്തെറിക്കും. എൻ്റെ പപ്പ കൈഡോ ആൾ എന്നോട് പറഞ്ഞത് ഞാൻ ഈ ഗ്രാമം വിട്ടു പോകാൻ പാടില്ല, ഈ ഐലാൻഡ് വിട്ടു പോകാൻ പാടില്ല, ഞാൻ സ്ട്രോങ് ആവുക എന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ്. ചെറുപ്പം മുതലേ ഈ ഒരു ഭാരവും പേറിയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. എയ്സ് ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ആക്ച്വലി അവൻ ഹാൻഡ് കഫ് ഇട്ടത് നിന്റെ കൈക്ക് മാത്രമാണ്. നിന്റെ മനസ്സിനെ ബന്ധിക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയില്ല. നിനക്ക് നിന്റേതായ ലക്ഷ്യം, ആഗ്രഹം അങ്ങനെയൊന്നുമില്ലേ? ആ ചോദ്യം കേട്ട് അവൾ ഞെട്ടുകയാണ്. അതിനുത്തരം പറയാൻ കഴിയാതെ അവളുടെ കയ്യിൽ നിന്ന് അവളുടെ വെപ്പൻ താഴെ പോവും. അടുത്ത നിമിഷം അവൾ ആ വെപ്പൻ എടുത്ത് ഒരു സെക്കൻഡ് കൈഡോയെ കുറിച്ച് ആലോചിക്കും. അടുത്ത നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ വലിയ ഡ്രാഗൺ ഫേസ് അത് അവൾ അടിച്ച് തകർക്കുകയാണ്. അവൾക്ക് കൈഡോയുടെ മേലുള്ള എല്ലാ വെറുപ്പും ദേഷ്യവും അത് അവള് ആ ഒരു ശിലയ്ക്ക് മേലെ തീർക്കും. ഇത്രയും കാലവും ഒരു മണ്ടിയായിട്ട് ഞാനിവിടെ ജീവിക്കുകയായിരുന്നു. എല്ലാ തെറ്റും എൻ്റെ അച്ഛൻ്റെ തലയിൽ വെച്ച്. പക്ഷെ തെറ്റുകാരി ഞാനാണ്. ഞാൻ ഒന്നും തന്നെ കാണാനോ അതിന് ശ്രമിക്കാനോ തയ്യാറായില്ല. എനിക്ക് എത്രയും വേഗം ഇവിടം വിട്ടു പോകണം. ഈ ലോകം മുഴുവൻ എനിക്ക് ചുറ്റി സഞ്ചരിക്കണം, സെയിൽ ചെയ്യണം. പക്ഷേ ഈ ഹാൻഡ് കഫ് ഞാൻ ഊരാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് ഞാൻ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ അതിന് ശ്രമിക്കാത്തത്. അവളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് പൊട്ടിക്കരയാണ്. അത് കണ്ട എയ്സ് ആണെങ്കിൽ ആ ഒരു ശിലയെ വീണ്ടും അടിച്ച് തകർക്കും. അതിനുശേഷം രണ്ടുപേരും ഒരു ഭാഗത്തിരുന്ന് കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. അവളാണെങ്കിൽ എയ്സിനെ കുറിച്ച് കൂടുതൽ ചോദിക്കും. അവൻ ആരാണ്, എന്താണ്, അവൻ നടത്തിയ സെയിലിംഗ് സ്റ്റോറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവളോട് പറയാണ്. കൂടുതലായിട്ടും അവന്റെ ബ്രദർ ലൂഫിയെ കുറിച്ചായിരിക്കും അവൻ അവളോട് സംസാരിക്കുക. അവൾക്കാണെങ്കിൽ സ്റ്റോറിയൊക്കെ ഒരുപാട് ഇഷ്ടാവും. ലൂഫിയെ കുറിച്ച് അവൾക്ക് വല്ലാത്തൊരു പിക്ചർ അവൾക്ക് കിട്ടുകയാണ്. അതിനുശേഷം ഇപ്പൊ കടലിൽ വിലസുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ച് അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അവളാണെങ്കിൽ കൊഞ്ചി കുറുവി ആ കഥകളെല്ലാം കേട്ടിരിക്കുകയാണ്. അവൻ അവളുടെ കവിളിലൊക്കെ നുള്ളി അവർ ഹാപ്പി ആയിട്ടിരിക്കും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അവൾ പറയും, എയ്സ് എന്നെന്റെ ലൈഫിലേക്ക് വന്നോ അന്നാണ് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഞാൻ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ആ ബാരിയറിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. ഒരു വലിയ ശില്പം അതാദ്യം തകർത്തത് ഞാനാണ്. അതിനുശേഷമാണ് എയ്സ് അത് തകർത്തത്. ഇത് വെറും ഒരു വാണിംഗ് ആണ്, കൈഡോയെ ഇല്ലാതാക്കും എന്നുള്ള ഒരു വാണിംഗ്. കൊമൻഡോസ്കി ആണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പോ അവളോട് ചോദിക്കും, സത്യത്തിൽ നീ കൈഡോയുടെ മകളാണോ? അതിനവൾ പറയും അതെ. അത് കേട്ട് അവർ രണ്ടുപേരും പിടിച്ചു വരച്ച് പുറകിലേക്ക് മാറി നിൽക്കുകയാണ്. അവളാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. അയ്യോ ഇല്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും അവരോടെ ശത്രുവാണ്, ഞാനും ഓർഡറിന്റെ ഫോളോവറാണ്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവർക്കൊരു അല്പ സമാധാനം. അവർ വീണ്ടും അവളുടെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ എയ്സിനെ കുറിച്ച് ചോദിക്കും. അതിനവൾ പറയും, 2 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കൊല്ലപ്പെട്ടു. ആക്ച്വലി എന്റെ പപ്പ കൈഡോയെ കാണാനായിട്ട് കഴിഞ്ഞില്ല. ഇവളിവിടെ എയ്സിനെ കുറിച്ച് പറയുന്ന അതേ സമയം തന്നെ വയലറ്റ് പെണ്ണ് അവളും എയ്സിനെ കുറിച്ച് നാമിയോട് പറയും. നാമിയാണെങ്കിൽ ഇപ്പൊ എയ്സ് മരിച്ചുപോയ സ്റ്റോറി അത് അവളോട് പറയും. അതേസമയം ഇവിടെ കൈഡോയുടെ മകള് അവളിപ്പോ അവരോട് പറയും, നിങ്ങൾ കണ്ട ആ ഒരു സ്ട്രോഹാറ്റ് ലൂഫി അവനാണ് എയ്സിന്റെ ബ്രദർ. സത്യത്തിൽ അവന് വേണ്ടിയാണ് ഇത്രയും കാലവും ഞാനിവിടെ കാത്തിരുന്നത്. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ ആ വില്ലന്മാരുമായിട്ട് പാറുന്ന ഫൈറ്റ് അത് കാഴ്ചവെക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.